ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. ഈ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഈ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ ചിലപ്പോൾ നമുക്ക് സാധിക്കാറില്ല. നമ്മൾ മറ്റുള്ളവരുടെ പ്രകടനങ്ങളും അവരുടെ അവതരണങ്ങളൊക്കെ കണ്ട് എനിക്ക് കഴിവില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനിലാണ് പലപ്പോഴും നമ്മളൊക്കെ ഉണ്ടാകുക. എന്തൊക്കെയാണ് നമുക്ക് ഉള്ള കഴിവുകൾ? നമ്മൾ ഇല്ലാത്ത കഴിവിൽ, അല്ലെങ്കിൽ നമുക്കുണ്ട് എന്ന് തിരിച്ചറിയാത്ത ചില കഴിവുകളിൽ സങ്കടപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ വരയ്ക്കാനറിയാം, നന്നായി ചിത്രം വരയ്ക്കാനറിയാം. അത് 100 ആളുണ്ടെങ്കിൽ അതിൽ 99 പേർക്കും ചിലപ്പോൾ ആ കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. അവിടെ നമ്മൾ യുണീക്കാണ്. ചിലപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് മാത്രമല്ല, പാടാനുള്ള കഴിവുണ്ടായിരിക്കും, എഴുതാനുള്ള കഴിവുണ്ട്, കഥ, കവിത ഇങ്ങനെയുള്ള രചനകളൊക്കെ നിർവഹിക്കാനുള്ള കഴിവുണ്ട്. നമുക്ക് ആളുകളുമായി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങൾ ഓരോരുത്തരും ഒരു 2 സെക്കൻഡ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് എടുക്കുക. നിങ്ങളുടെ ഓരോ കഴിവുകൾ ഒന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ വരിക, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് വരിക. ഓക്കെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവുകളുണ്ട്. പാട്ട് പാടാൻ അറിയാവുന്നവരുണ്ട്, ചിലപ്പോൾ പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്, മറ്റ് രചനകളൊക്കെ നിർവഹിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്, നന്നായി ആളുകളെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ട്. ലൈഫിൽ നമുക്കുള്ള ഈ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ കഴിവുകളായിരിക്കും. നമുക്കൊരു കഥയുണ്ട്. പണ്ട് ഒരു കോഴി ഇങ്ങനെ കൊത്തിപ്പെറുക്കി നടക്കുകയായിരുന്നു. ഈ കൊത്തിപ്പെറുക്കി നടക്കുന്ന സമയത്ത് നല്ലൊരു കല്ല് ഇതിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അതിനെ ആഹാരത്തിനുള്ള വകയാണെന്ന് കരുതി ഓടിപ്പോയിട്ട് അത് കൊത്തിയെടുത്തു. നന്നായി കൊത്തി തിരിച്ചും മറിച്ചൊക്കെ കൊത്തിയിട്ടപ്പോൾ അത് നല്ല ഉറപ്പുള്ള സാധനമാണ്. അദ്ദേഹത്തിന് ആ കോഴിക്ക് അത് ഒരു ഭക്ഷണ സാധനമല്ല എന്ന് മനസ്സിലായതോടുകൂടി അതവിടെ ഉപേക്ഷിച്ച് പോയി. പിന്നെ പലരും അതേ വഴിക്ക് പോയി, ആരും അതിൽ ശ്രദ്ധിച്ചില്ല. പിന്നീട് വന്ന ഒരാൾ അദ്ദേഹം ആ കല്ല് കണ്ടപ്പോൾ അതെടുത്ത് തൻ്റെ കയ്യിലെടുത്തു. അത് കൊണ്ടുപോയിട്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായി ഉരച്ച് മിനുസപ്പെടുത്തി. അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് ഒരു പവിഴക്കല്ലായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കഴിവുകൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞോണമെന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ കഴിവ് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കാം. ഇതൊക്കെ ഓരോരുത്തരും പ്രത്യേകതകളാണ്. നമ്മുടെ കഴിവുകൾ ചിലപ്പോൾ മറ്റൊരാളായിരിക്കും നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്, ചിലപ്പോൾ നമ്മൾ അധ്യാപകരായിരിക്കും. ഏതായാലും നമ്മുടെ കഴിവുകൾ നമ്മൾ ആത്മാർത്ഥമായ സുഹൃത്തുക്കളോട് ചോദിച്ച് മനസ്സിലാക്കി, അങ്ങനെയെങ്കിലും നമ്മൾ ആ കാര്യം മനസ്സിലാക്കുകയും നമ്മുടെ ആ പ്രയാസങ്ങൾ, നമുക്ക് കഴിവില്ല എന്നുള്ള പ്രയാസങ്ങൾ മാറ്റിയെടുക്കാനും വളരെ കോൺഫിഡൻ്റായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ സദസ്സിന് മുന്നിലും നമുക്ക് വേണ്ട രംഗങ്ങളിലൊക്കെ, നമ്മളെ ബിസിനസ് രംഗത്താകട്ടെ, നമ്മുടെ കരിയർ രംഗത്താകട്ടെ, ഏത് രംഗത്താണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. അതാണ് ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്സ് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ആശയം. നമ്മുടെ സ്ട്രെങ്ത്ത്, നമുക്ക് കുറേ വീക്ക്നെസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ എനിക്ക് പാടാൻ കഴിവില്ലായിരിക്കാം, പക്ഷേ നന്നായിട്ട് കഥ എഴുതാനറിയാം, കവിത എഴുതാനറിയാം. നമ്മളിപ്പോൾ ഓരോ രംഗത്തും അറിയപ്പെടുന്ന ആളുകൾ എല്ലാവരും പാട്ടുകാരല്ല, നന്നായി കവിതകളും രചനകളൊക്കെ നിർവഹിക്കുന്നതായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പാടിയത് യേശുദാസ്. അതേപോലെ അപ്പോൾ നമുക്ക് ഓരോ ഫീൽഡ് ഉണ്ട്, ഓരോ മേഖലയുണ്ട്. ആ മേഖലയിൽ നമ്മുടെ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കാനും ആ മേഖലയിൽ ഒരു ബ്രാൻഡായിട്ട് മാറാനുള്ള അവസരങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്കില്ലുകളുണ്ട്. നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ, നിങ്ങളുടെ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള സ്കില്ല് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ചിത്രം വരയ്ക്കാനറിയാം, കവിത രചനകളൊക്കെ നിർവഹിക്കാറുണ്ട് ചില സമയങ്ങൾ. ഇപ്പോൾ ഞാൻ കോൺഫിഡൻ്റാണ്, എനിക്ക് ഒരു വേദിയിൽ സംസാരിക്കാൻ കഴിയുമെന്നുള്ളത്. ചെറിയ ട്രെയിനിങ് എടുക്കാൻ എനിക്ക് കഴിയും. ഇതൊക്കെ നമ്മൾ കോൺഫിഡൻ്റായി നമ്മൾ നല്ല റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ സാധിക്കും. അപ്പോൾ
ഈ മേഖലയിലൊക്കെ നമുക്കുള്ള കഴിവുകൾ, നമ്മുടെ സ്ട്രെങ്ത്സ്, അതാണ് ഫോക്കസ് ഓൺ അവർ സ്ട്രെങ്ത്സ്. നമ്മുടെ സ്ട്രെങ്ത്സ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻ്റ് ആവുകയും നമ്മൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ ഒരുപാട് ഉന്നതമായ മേഖലകളിലേക്ക് നമുക്ക് പോകാൻ അവസരം ലഭിക്കുകയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. ദ സെക്കൻഡ് പോയിന്റ്, സ്റ്റേ എവേ ഫ്രം നെഗറ്റീവ് സർക്കിൾസ്. നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എനർജി സമ്മാനിക്കുന്ന ഫ്രണ്ട്സ് ആകട്ടെ, ഏതെങ്കിലും ഒരു ടീമാകട്ടെ, അവരിൽ നിന്ന് നമ്മൾ അകലം പാലിക്കരുത്. നമ്മളിപ്പോൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളെ അംഗീകരിക്കുന്നവരുണ്ടായിരിക്കാം, നമ്മളെ അംഗീകരിക്കാത്തവരുണ്ടായിരിക്കാം, നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം കാണുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാതെ നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള സർക്കിൾസിൽ നിന്ന് മാറി നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ എപ്പോഴും കറക്റ്റ് അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ, നമുക്ക് ഗുണകരമായ അവസരങ്ങൾ നൽകുന്ന, നമ്മോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആളുകളുമായിട്ടാണ് നമ്മൾ കൂടേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, അവർ ബോഡി ലാംഗ്വേജ്. നമ്മുടെ ബോഡി ലാംഗ്വേജിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മുടെ ബോഡി ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മളെ ഫേസ് ടു ഫേസ് ആളുകളുമായി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളൊരു മേഖലയിൽ എത്തിപ്പെടുമ്പോൾ, ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ വളരെ കൂനിക്കൂടി കോൺഫിഡൻസ് ഇല്ലാത്ത രൂപത്തിൽ കയറി ചെല്ലുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനോ ആരായാലും അവർക്ക് നമ്മളെപ്പറ്റിയൊരു മതിപ്പുണ്ടാകില്ല. ശരിക്കും നമ്മളൊരു ഇൻ്റർവ്യൂവിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ, നമ്മളൊരു കോഴ്സ് പാസ്സായി ജോലി നേടാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മൾ അവിടെ എത്തിപ്പെടുമ്പോൾ നമുക്ക് ആ കോഴ്സ് പങ്കെടുക്കാനും ആ മേഖലയിൽ ഉയർന്നു വരാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അവിടെ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഡ്രസ്സ്, ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കോൺഫിഡൻ്റ് ആകാൻ നമുക്ക് നല്ല ഹൈ ഡ്രസ്സിങ്ങും അതൊക്കെ നമുക്ക് സാധിക്കും. ഫോർത്ത് പോയിന്റ്, റിവ്യൂ പാസ്റ്റ് അച്ചീവ്മെൻറ്റ്സ്. നമുക്കിപ്പോൾ വലിയ ഉത്തരവാദിത്വം നമ്മളെ കയ്യിൽ വന്നു, നമ്മൾ സംഘടനയുടെ നേതൃപദവിയിലെത്തി, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു പ്രോജക്റ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഇപ്പോൾ പുറത്തൊക്കെ പോകുന്ന ആളുകൾ ഇൻ്റർവ്യൂക്കൊക്കെ ഹാജരാവുകയും അവർ പറയുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ അവർ പറയുന്ന ഡ്യൂട്ടി ഏറ്റെടുക്കാൻ ചിലപ്പോൾ നമുക്ക് വലിയ പരിചയമൊന്നും ആ മേഖലയിൽ ആ നാട്ടിൽ ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ നമ്മളത് കോൺഫിഡൻ്റ് ആയിട്ട് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളെക്കുറിച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നാലും സാധിക്കില്ല. അപ്പോൾ നമ്മളെ പാസ്റ്റ് അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ ഓർക്കണം. നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രൊജക്റ്റുകളൊക്കെ എടുത്ത് വിജയിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് എക്സാമുകളൊക്കെ എഴുതി വിജയം നേടിയിട്ടുണ്ട്. നമുക്കതൊക്കെ സാധിക്കും. നമ്മുടെ പഴയ നേട്ടങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്. നമുക്കറിയാം നമ്മളെ വീടുകളിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾ, അതായത് ഷീൽഡുകളും അതുപോലെ മെമെൻറ്റോസും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷോക്കേസിൽ വെക്കാറുണ്ട്. കുട്ടികളുടേതും വലിയവരുടേതൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാകുന്നത് നമുക്കൊരു കോൺഫിഡൻസാണ്, ആത്മവിശ്വാസമാണ്. അത് നമ്മളെ ഓരോ മേഖലയിലേക്കും നമുക്ക് മുന്നേറാൻ നമ്മളെ സഹായിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ശരിക്കൊരു നമ്മളെ അച്ചീവ്മെൻറ്റ് ഡയറി തന്നെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഇന്ന വർഷം ഞാൻ ഇന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വന്നു, ഇതിനേക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് നേടിയിരിക്കുന്ന കാര്യങ്ങൾ, പ്രസംഗത്തിൽ 1ാം സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഈ ഇനങ്ങളിൽ, സ്റ്റേജ് ഇനങ്ങളിലോ അതുപോലെ റിട്ടേൺ ഐറ്റംസിലൊക്കെ നമുക്ക് വിജയം നേടാൻ സാധിച്ചിട്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നുള്ള കാര്യം ഒരിക്കലും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഹെൽപ്പ് ആൻഡ് ഇൻസ്പയർ അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ നല്ല മനസ്സ്, നമുക്ക് ഒരു സദസ്സിൽ കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവർക്കൊരു ഹെൽപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം, നമ്മോട് അവരുടെ ഇഷ്ടം, നമ്മളോടുള്ള നല്ല പെരുമാറ്റം, ഇതൊക്കെ നമ്മളെ ലൈഫിൽ നമുക്കൊരു ഇൻസ്പിറേഷനാണ്.
നമ്മളൊരു കാര്യം ചെയ്യുന്നത് എന്തെങ്കിലും അവരിൽ നിന്ന് സാമ്പത്തികമായിട്ടോ മറ്റോ ഫിസിക്കലായിട്ടോ എന്തെങ്കിലും നേട്ടം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല. അവരോടുള്ള സ്നേഹം കൊണ്ടും അവർ അത് ആസ്വദിക്കുമ്പോൾ, അവർ ആ മേഖലയിൽ എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം, അതൊക്കെയാണ് നമ്മളെ ലൈഫിൽ ഏറ്റവും നമുക്ക് ആഗ്രഹമുള്ളത്. നമ്മൾ സ്നേഹിക്കുന്ന ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കൊരു എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, നേതാക്കന്മാരൊക്കെ ലീഡേഴ്സൊക്കെ വലിയ വലിയ സമ്മേളനങ്ങളൊക്കെ വരുമ്പോൾ അവിടെ മുഖത്തുള്ള സന്തോഷം, അത് ആ പോസിറ്റീവ് എനർജി അവരെ സ്നേഹിക്കുന്ന അവരുടെ അനുയായികൾക്ക് അത് പാസ് ചെയ്യുന്നുണ്ട്. അവരെ ആ പ്രശ്നം കേൾക്കാനും അവരെ മണിക്കൂറുകളോളം കാത്തിരിക്കാനും ഈ ആളുകൾ തയ്യാറാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് നമ്മളൊരു അധ്യാപകനാകട്ടെ, ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് മറ്റുള്ള ഇൻസ്പയർ ചെയ്യാൻ സാധിക്കണം, നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണം. ചിലപ്പോൾ നമ്മളൊരു ഇൻസ്പിറേഷൻ മാത്രം മതിയാവും, അല്ലെങ്കിൽ അയാൾക്കൊരു കൈത്താങ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഇത്തരത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ മേഖലകളിലൊക്കെ ഉള്ളതായിട്ടുള്ള പങ്ക് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ വി വിൽ ബി കോൺഫിഡൻറ്റ് ഇൻ ലൈഫ്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഫോക്കസ് ഓൺ അവർ സ്ട്രെങ്ത്സ്. നമ്മൾ സ്ട്രെങ്ത്ത് മനസ്സിലാക്കി നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റായി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. മറ്റൊരു വിഷയം, സ്റ്റേ എവേ ഫ്രം നെഗറ്റീവ് സർക്കിൾസ്. നെഗറ്റീവായിട്ടുള്ള ആ ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കാതെ, അത്തരത്തിലുള്ള ടീമോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ എന്ന തത്വം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഫോർത്ത് പോയിൻ്റ്, തേർഡ് പോയിൻ്റ്, ബോഡി ലാംഗ്വേജ്. നമ്മൾ സാഹസിലേക്ക് കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഉണ്ടായിരിക്കണം, ഓപ്പൺ പോസ്റ്റർ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഒരാളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിവർന്നിരിക്കുകയും നമ്മുടെ ഒരു മുന്നിലേക്ക് ഒരു ചെറിയൊരു ബെൻഡ് ഉള്ള രൂപത്തിൽ നമ്മളെ കൈകൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മളത് സ്വീകരിക്കാൻ അയാൾ പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള രൂപത്തിലായിരിക്കണം നമ്മുടെ പോസ്റ്റർ ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ പിന്നെ നമ്മുടെ ഡ്രസ്സിങ് വളരെ നീറ്റായിരിക്കണം, നമ്മുടെ വൃത്തിയുള്ള നമ്മുടെ ശരീരം, നമ്മുടെ മുടിയും മറ്റും ചീകി ഒതുക്കി നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് അപ്രോച്ച്, ഒരു ഫിസിക്കൽ ലാംഗ്വേജ് നമുക്ക്, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് നമുക്കുണ്ടായിരിക്കണം. ഇനി ഫോർത്ത് പോയിൻ്റ്, റിവ്യൂ പാസ്റ്റ് അച്ചീവ്മെൻറ്റ്സ്. കഴിഞ്ഞു പോയ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു എന്തൊന്നുമില്ലാത്തൊരു ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു മന്ത്രി സ്ഥാനം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ പോലും ചിലപ്പോൾ നമുക്ക് കൈവന്നേക്കാം. ആ സമയങ്ങളിൽ നമ്മൾ പതറിപ്പോകാതെ ആ ദൗത്യം വളരെ വൃത്തിയായും നീറ്റായും വളരെ ഉന്മേഷത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആ സമയത്തൊക്കെ നമുക്ക് പല മേഖലകളിലും നമ്മൾ പ്രവർത്തിച്ചപ്പോൾ നമുക്കുണ്ടായ നേട്ടങ്ങൾ, അതിലും കൂടുതൽ അവസരങ്ങളുള്ള മേഖലയായിരിക്കും ചിലപ്പോൾ നമുക്കൊന്ന് കൈവരിച്ചിരിക്കുന്നത്. എന്നാലും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ ചെറിയ ചെറിയ നേട്ടങ്ങൾ നമ്മുടെ പുതിയ കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ പ്രൊജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തളരാതെ ലൈഫിൽ വളരെ ഉഷാറായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളെ പഴയ നേട്ടങ്ങൾ ഓർക്കുന്നതിന് വേണ്ടിയാണ് ഷോക്കേസുകളിലും മറ്റും നമ്മുടെ മൊമെൻറ്റോസും അതേപോലെയുള്ള ഷീൽഡുകളൊക്കെ പ്രദർശിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ മൈൻഡ് സെറ്റ് നമുക്കുണ്ടായിരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഫിഫ്ത്ത് പോയിൻ്റ്, ഹെൽപ്പ് ആൻഡ് ഇൻസ്പയർ അതേഴ്സ്. മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം, മറ്റുള്ള ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിനൊക്കെ നേരിടാനും ഈ കാര്യങ്ങളൊക്കെ ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റ്, പോസിറ്റീവ് എനർജി, പിന്തുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ലോകത്തുണ്ടായിട്ടുള്ള ഒരുപാട് ആളുകൾ, ഇന്നും നമ്മൾ ഓർക്കപ്പെടുന്ന മഹാന്മാരായ ആളുകളൊക്കെ അവരുടെ ലൈഫിൽ അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഉപരിയായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഇൻസ്പയർ ചെയ്യാനോ ചിലവഴിച്ചത്. തദവസരത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിലും ഒരുപാട് ഉയർച്ചയും നേട്ടങ്ങളൊക്കെ കൈവരിക്കും. അത് ദൈവം സഹായിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കാൻ, നമ്മെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്കാൻ, നമ്മുടെ ലൈഫിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് മുന്നേറാനും
നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ഈ സംസാരം നിർത്തുകയാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഫീഡ്ബാക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഫീഡ്ബാക്കുകൾ പറയാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരമാണ്. അതിനുവേണ്ടി എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ട് താങ്ക് യു സോ മച്ച്.